ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി താൻ മൊബൈൽ ഫോണോ ഇന്റർനെറ്റോ ഉപയോഗിക്കാറില്ലെന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ആശയവിനിമയത്തിന് മറ്റ് നിരവധി മാർഗങ്ങളുണ്ടെന്നും അവ ഫലപ്രദമായി ഉപയോഗിക്കാറുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് 2026 ഉദ്ഘാടന സെക്ഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരത് മണ്ഡപത്തിൽ നടന്ന ചടങ്ങിലെ ചോദ്യോത്തര വേളയിൽ മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റും ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഡോവൽ ഈ നിലപാട് വ്യക്തമാക്കിയത്. ഞാൻ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നില്ല എന്നത് ശരിയാണ്. കുടുംബപരമായ ആവശ്യങ്ങൾക്കോ മറ്റ് രാജ്യങ്ങളിലെ ആളുകളുമായി സംസാരിക്കുന്നതിനോ അല്ലാതെ ഞാൻ ഒരു ഫോൺ ഉപയോഗിക്കാറില്ല. എൻ്റെ ജോലി ഈ രീതിയിലാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. ആശയവിനിമയത്തിനുള്ള മറ്റ് മാർഗങ്ങളുണ്ട്. ആളുകൾക്ക് അറിയാത്ത ചില അധിക രീതികൾ ഇതിനായി ക്രമീകരിക്കേണ്ടതുണ്ട്, ഡോവൽ പറഞ്ഞു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിന്റെ ഈ വെളിപ്പെടുത്തൽ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം ഡോവലിന്റെ പേരിൽ വ്യാജമായി പ്രചരിച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പരിശോധനയിലൂടെ തള്ളിയിരുന്നു. അജിത് ഡോവലിന് ഔദ്യോഗിക ഫേസ്ബുക്ക് അക്കൗണ്ടില്ലെന്നും അദ്ദേഹത്തിന്റെ പേരും ചിത്രവും ഉപയോഗിച്ച് പ്രചരിച്ച പോസ്റ്റ് കെട്ടിച്ചമച്ചതാണെന്നും PIB അന്ന് വ്യക്തമാക്കുകയും ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ ഡിജിറ്റൽ സാന്നിധ്യം ഒഴിവാക്കുന്നതിനുള്ള മുൻഗണന അടിവരയിടുന്നു. കേരള കേഡറിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ പോലീസ് സർവീസ് ഉദ്യോഗസ്ഥനാണ് അജിത് ഡോവൽ. ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പദവിയിലെത്തുന്ന 5ാമത്തെ വ്യക്തി കൂടിയാണ് അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിശ്ചയിച്ചിട്ടുള്ള വേഗതയിൽ ഇന്ത്യ ഒരു വികസിത രാഷ്ട്രമാകാനുള്ള പാതയിലാണെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പറഞ്ഞു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യയെ ഒരു സുരക്ഷിത പാതയിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ വേഗതയിൽ രാജ്യം മുന്നോട്ട് പോയാൽ കാര്യമായ പുറം ഇടപെടലുകളില്ലാതെ തന്നെ ഇന്ത്യ വികസിത രാഷ്ട്രമാകും. ഡൽഹിയിൽ നടന്ന വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യം വികസിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ വികസിത ഇന്ത്യയെ നയിക്കാൻ എത്രത്തോളം പ്രാപ്തിയുള്ള നേതാക്കൾ ഉണ്ടാകും എന്നതാണ് പ്രധാന ചോദ്യമെന്ന് അദ്ദേഹം യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു. ശരിയായ സമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവും അവ നടപ്പിലാക്കാനുള്ള ആത്മവിശ്വാസവുമാണ് ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോകത്തെ നിലവിലെ യുദ്ധങ്ങളെയും സംഘർഷങ്ങളെയും കുറിച്ച് പരാമർശിച്ച അദ്ദേഹം ഒരു രാജ്യത്തിൻ്റെ മനോവീര്യം തകർക്കാനാണ് യുദ്ധങ്ങൾ നടക്കുന്നതെന്ന് പറഞ്ഞു. ആത്മവീര്യവും മികച്ച നേതൃത്വവുമില്ലെങ്കിൽ ആയുധങ്ങൾക്കും വിഭവങ്ങൾക്കും വലിയ പ്രസക്തിയില്ലെന്നും ഡോവൽ വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്തെ ദ്രുതഗതിയിലുള്ള പുരോഗതിയുടെ പാതയിലേക്ക് എത്തിച്ച പ്രധാനമന്ത്രിയുടെ കഠിനാധ്വാനത്തെയും അർപ്പണബോധത്തെയും അദ്ദേഹം പ്രശംസിച്ചു. വികസിത ഭാരതത്തിന്റെ ഭാവി യുവതലമുറയുടെ തീരുമാനമെടുക്കാനുള്ള കഴിവിനെയും മനോവീര്യത്തെയുമാണ് ആശ്രയിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെ അടിവരയിട്ട് പറഞ്ഞു.